ഇടതുപക്ഷം തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗൗരിയമ്മയുടെ 105ാം ജന്മദിനാഘോഷ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാവേണ്ട കാലഘട്ടമാണെന്നും കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ ഇടതുപക്ഷം പാഠങ്ങൾ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുത്തലുകൾക്ക് പ്രാധാന്യമുണ്ടെന്നും തിരുത്താൻ മടിക്കരുതെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇളക്കമുണ്ടാകില്ല എന്ന് കരുതിയ ചില ബോധ്യങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇളക്കം ഉണ്ടായിരിക്കുന്നുവെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. ഇടതുപക്ഷത്തിന്റെ അടിത്തറയിൽ ഇളക്കമുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചേ തീരൂ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്? തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാവണം. ആദ്യം ഏറ്റുപറയേണ്ടത് ജനങ്ങളോടാണ്. നേതാവിനേക്കാളും അധികാരികളെക്കാളും കമ്മിറ്റികളെക്കാളും വലിയവർ ജനങ്ങളാണ്. ജനങ്ങൾക്ക് മുന്നിൽ തെറ്റേറ്റു പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ഇടതുപക്ഷ മൂല്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ പാഠം പഠിച്ചു മുന്നോട്ടു പോകാൻ ഇടതുപക്ഷം ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളെല്ലാം തികഞ്ഞവരാണെന്നും മറുഭാഗത്തുള്ളവരെല്ലാം പോക്കാണെന്നും അതുകൊണ്ട് അവരെ എന്തും പറയാമെന്നതും കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിന്റെ ശരിയായ ഭാഗമാണെന്ന് ചിന്തിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവരുടെ ചരിത്രത്തെയും ആശയത്തെയും വ്യക്തിത്വത്തെയും സമഗ്രതയോടെ മനസ്സിലാക്കാൻ കഴിയേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഭാഷാ പ്രയോഗത്തിൽ പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സമീപനത്തെപ്പറ്റി ചിന്തിക്കാനാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും കൂടി ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെ CPIയുടെ ജില്ലാ കൗൺസിലുകൾ അതിനിശിതമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണമെന്നുവരെ ചില ജില്ലാ കൗൺസിലുകൾ ആവശ്യമുന്നയിച്ചിരുന്നു. ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാകുക സാധാരണമാണെന്നും അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുത് എന്നുമൊക്കെ പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിണറായിക്ക് സംരക്ഷണ കവചം ഒരുക്കുമ്പോഴാണ് ബിനോയ് വിശ്വം കർക്കശമായി തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. CPMൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നില്ല എന്നുറപ്പിക്കാനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കായി വലിയ പ്രതിരോധമാണ് ഗോവിന്ദൻ ഉയർത്തിയത്. ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണ പരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് പിണറായി ക്യാമ്പ്. ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാൻ തന്നെയാണ് തീരുമാനം. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായി ആണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയരുന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണ് എന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിനിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം എത്തിയത്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ട് എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ പറഞ്ഞിരുന്നു. ഇതും പാർട്ടിയിൽ വ്യാപകമായി ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും.